കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ സൂയുവിനെ കാണിച്ചുകൊണ്ടാണ്. സൂയു ഒരു വലിയ ബിസിനസ് ഫാമിലിയിലെ യുവ തലമുറക്കാരനാണ്. അവന്റെ വിവാഹം ചെറുപ്പത്തിലെ നിശ്ചയിച്ചു വെച്ചിരുന്നതാണ്. അത് ഇവരെ കണക്ക് തന്നെ വലിയൊരു ഫാമിലിയിലെ പെൺകുട്ടിയുമായിട്ടാണ്. പക്ഷെ അവൻ ആ വിവാഹത്തിലൊന്നും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവന്റെ ഇഷ്ടക്കേടിനെ മറികടന്ന് തന്നെ ആ ഒരു എൻഗേജ്മെന്റ് നടക്കുന്നു. അവന് മുത്തശ്ശന്റെ ഒക്കെ മുന്നിൽ ഇഷ്ടക്കേട് പ്രകടിപ്പിക്കാനേ കഴിയില്ല. കാരണം മുത്തശ്ശനൊക്കെ വളരെ ആഗ്രഹിച്ച് നടത്തുന്ന ഒരു എൻഗേജ്മെന്റും കല്യാണം ഒക്കെയാണിത്. പക്ഷെ ആ എൻഗേജ്മെന്റിന് ശേഷം കല്യാണത്തിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം നിലനിൽക്കെ ആ പെൺകുട്ടി മിസ്സിംഗ് ആവുന്നു. അവൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ ആ ഒരു കല്യാണം മാറ്റിവെക്കാനായി മുത്തശ്ശൻ തയ്യാറല്ല. കല്യാണത്തിന് മുന്നേ അവളെ എങ്ങനെയും കണ്ടുപിടിക്കണം. അവളെ തന്നെ തന്റെ ചെറുമകൻ സൂയു കല്യാണം കഴിക്കണമെന്ന് മുത്തശ്ശൻ വാശി പിടിക്കുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിൽ ആരോഗ്യമൊക്കെ വളരെ മോശമായിരിക്കുന്ന സമയമാണ്. ഇങ്ങനെ ഈ കാര്യങ്ങളിലൊക്കെ ടെൻഷൻ അടിച്ച് വാശി പിടിച്ച് കൂടുതൽ ആരോഗ്യം മോശമാക്കുന്നു എന്ന് സൂയുവിനാകെ ടെൻഷൻ. അവൻ മറ്റെന്തിനേക്കാളേറെ മുത്തശ്ശന് വളരെ വാല്യൂ കൊടുക്കുന്ന ഒരു ചെറുമകനാണ്. താനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിരുന്ന തന്റെ ഫിയാൻസിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം എന്ന അങ്ങനെ വല്ലാത്തൊരു ധർമ്മ സങ്കടത്തിലാവുകയാണ് സൂയു. അവളെ ഇഷ്ടമില്ലെങ്കിലും കഷ്ടപ്പെട്ട് എങ്ങനെയും കണ്ടെത്തി കല്യാണം കഴിച്ചേ അവൻ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മൂലം പറ്റൂ. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ കഥാനായികയായ മായയെ കാണുന്നത്. മായയെ കണ്ടാല് സൂയുവുമായി വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ഗുവിന്റെ മുഖ ഷേപ്പ് ഒക്കെ ഉണ്ട്. ഹെയർ സ്റ്റൈൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഒരേപോലെ 7 പേരുണ്ടെന്ന് പറയാറില്ലേ, ചിലപ്പോ ആ രീതി ആവാം. എന്തായാലും മായ ഒരു സാധു പെൺകുട്ടിയാണ്. അവളെ സ്നേഹിക്കാനായി ആരും തന്നെ ഇല്ല എന്ന് അവൾക്ക് നന്നായി അറിയാം. കാരണം ഈ ഇരിക്കുന്നത് പോലും അവളുടെ സ്വന്തം വീട്ടുകാരല്ല. മക്കളില്ലാത്ത കാരണം കൊണ്ട് അവളെ ദത്തെടുത്ത് വളർത്തിയതാണ്. പക്ഷെ പിന്നീട് മകൻ ഉണ്ടായപ്പോ അവളെ ഇട്ട് ചവിട്ടിത്തേക്കാണ്. അവിടെ ഇരിക്കുന്ന സ്റ്റെപ്പ് മദർക്കും സ്റ്റെപ്പ് ബ്രദർക്കും അവളോട് ഒരു കാര്യവും ഇല്ല. അവളാകട്ടെ ജോലി ചെയ്യുന്നത് ഒരു കാഫറ്റീരിയയിലാണ്. അവിടെയാണെങ്കിൽ അവളുടെ സഹപ്രവർത്തകയായ ഒരു കുശുമ്പി പെണ്ണ് എപ്പോഴും അവൾക്കിട്ട് പണി കൊടുക്കും. ചുമ്മാ അവളെ അവിടുത്തെ മാനേജർ തന്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള അധികാരത്തില് ഇട്ട് ഉപദ്രവിക്കലാണ് ആ കൊളീഗിന്റെ പണി തന്നെ. മായ അതൊക്കെ സഹിച്ച് അവൾക്ക് ഈ ജോലി അവിടെ മുന്നോട്ട് പോകാൻ വളരെ അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ കടിച്ചു പിടിച്ച് അവിടെ നിൽക്കുന്നു. ഒരു ദിവസമായി ഒരു ഓർഡർ ഡെലിവറി ചെയ്യാനായി ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ സൂയു നിൽപ്പുണ്ടായിരുന്നു. തന്റെ ഫിയാൻസിയെ കണ്ടുപിടിക്കാൻ ലേറ്റ് ആവുന്നതിന്റെ കാര്യത്തെപ്പറ്റി അവൻ തന്റെ സ്റ്റാഫിനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മായയുടെ വരവ്. അവളെ അവിടെ കാണുമ്പോഴേ ഇത് തന്റെ ഫിയാൻസി കണക്കുണ്ടല്ലോ എന്ന് തോന്നുന്ന സൂയു അടുത്ത് ചെന്ന് അവന്റെ ഫിയാൻസിയുടെ പേര് പറഞ്ഞ് സംസാരിക്കുമ്പോൾ സാറിന് ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. രണ്ടുപേരെയും കണ്ടാൽ ഒരുപോലെ ഉള്ളത് കൊണ്ട് തന്റെ ഫിയാൻസി ആൾമാറാട്ടം നടത്തുന്നതാണോ അതോ യഥാർത്ഥത്തിൽ ഇത് മറ്റൊരാളാണോ എന്ന് സൂയു മനസ്സിലാവാതെ നിൽക്കുന്നു. അപ്പോഴേക്കും തിരിച്ചു താൻ ജോലി ചെയ്യുന്ന കാഫറ്റീരിയയിലേക്ക് എത്തുന്ന മായയെ അവളുടെ ആ കൊളീഗ് വലിയൊരു പ്രശ്നത്തിലാക്കുന്നു. ആ കൊളീഗിന്റെ ഒരു ലിപ്സ്റ്റിക്ക് മോഷണം പോയി എന്ന് പറഞ്ഞ് മായിൽ ആ കുറ്റം ആരോപിക്കുകയും അങ്ങനെ നിർബന്ധപൂർവ്വം മായയുടെ ബാഗ് പരിശോധിക്കുകയും അപ്പോൾ അതിൽ നിന്ന് ലിപ്സ്റ്റിക്ക് കണ്ടെടുക്കുകയും ചെയ്യുന്നു. ആക്ച്വലി ആ ലിപ്സ്റ്റിക്ക് ഈ കൊളീഗ് തന്നെ മായയെ കുടുക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടാനായി മായ ഇവിടെ ജോലി ചെയ്യുന്നത് തീരെ ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ മായ അറിയാതെ കൊണ്ടിട്ടതാണ്. അങ്ങനെ ഇപ്പോ മായി മനസ്സറിയാതെ ഒരു മോഷണ കുറ്റത്തിൽ ആരോപിതയാവുന്നു. അങ്ങനെ ആ പേരിൽ അവൾ അവിടെ നിന്ന് ജോലി എന്ന് പറഞ്ഞു വിടാനായി ഒരുങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് സൂയുവിന്റെ വരവ്. സൂയു അപ്പോഴും തന്റെ ഫിയാൻസിയാണ് മായി എന്ന് കരുതി അവളോട് സംസാരിക്കുന്നു. അവൾക്കാണെങ്കിൽ ഇയാൾ എന്തൊക്കെ പറയുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇതേ സമയം സൂയുവിനെ അവിടെ കാണുന്ന ആ ഒരു കാഫറ്റീരിയയുടെ മാനേജർക്ക് ആകെ ടെൻഷൻ ആവുന്നു. കാരണം സൂയു അതിന്റെ ഓണറാണ്. സൂയുവിന്റെ പല ബിസിനസ് സ്ഥാപനങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഈ ഒരു കഫറ്റീരിയയും അതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളും. ഈ ടീം മായയോട് കുറച്ച് കാര്യമായി പെരുമാറാറുള്ള അവളുടെ ഒരു കൊളീഗായ ടെക്സ് മായി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും മായ കൊടുക്കാനായി ഈ സ്റ്റാഫാണ് ആ ഒരു ലിപ്സ്റ്റിക്ക് ബാഗിൽ കൊണ്ടുപോയി വെച്ചതെന്നും താൻ കണ്ടതായി മൊഴി പറയുമ്പോൾ ഉടനെ സൂയുവിന്റെ മുന്നിൽ പണി പാളുമോ എന്ന് പേടിച്ച് മായ ഇത്രയും നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആ മാനേജർ പോലും തന്റെ ഗേൾ ഫ്രണ്ടിനെ മായയുടെ മുന്നിലിട്ട് അടിക്കുന്നു. ഇങ്ങനെ ഒരു കള്ളം കാണിച്ച് മായയെ കൊടുക്കാൻ നോക്കിയതിനും ഈ സമയത്ത് മായയ്ക്ക് തന്റെ സത്യസന്ധത എല്ലാവരുടെ മുന്നിൽ വെളിപ്പെട്ടല്ലോ എന്ന് ഭയങ്കര ഒരു റിലീഫ് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും അവൾക്ക് ഈ സൂയു എന്തിനാ തന്നെ ഇങ്ങനെ അറിയാവുന്ന കണക്ക് സംസാരിക്കുന്നത് എന്ന് പിടികിട്ടുന്നില്ല. സൂയു ആകട്ടെ മായയോട് സംസാരിക്കാനായി അവളെ തന്റെ ഓഫീസിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നു. സാർ എന്തിനാ എന്നെ വിളിച്ചോണ്ട് വന്നേ? സാർ ഈ പറയുന്ന ആൾ ആരാണെന്ന് പോലും എനിക്ക് അറിയില്ല എന്നെല്ലാം അവൾ പറയുന്ന ടീം നീ എന്റെ ഫിയാൻസി ആവണം, അതിനായിട്ടാ കൂട്ടിക്കൊണ്ട് വന്നേന്ന് സൂയു പറയുമ്പോ അവൾ ആകെ ഷോക്ക് ആവുന്നു. നീ അത്ര ഓവറായി ഷോക്ക് ആവൊന്നും വേണ്ട, ഇത് ഒരു കോൺട്രാക്ട് ആണ്. വെറും ഒരു മാസത്തേക്ക് എന്റെ മുത്തശ്ശന്റെ മുന്നിൽ നീ എന്റെ ഫിയാൻസി ആവണം. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ വാശി പിടിച്ചിരിക്കുന്ന മുത്തശ്ശനെ എനിക്കൊന്ന് സമാധാനിപ്പിക്കണം. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ചില ട്രീറ്റ്മെന്റുകൾ ഉടനടി എടുപ്പിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു കോൺട്രാക്ട്. വെറും ഒരു മാസത്തേക്ക്. ഒരു മാസം കഴിയുമ്പോൾ കോൺട്രാക്ട് തന്നെ അസാധുവാകും. പിന്നെ നീ എന്റെ ആരുമല്ല, ഞാൻ നിന്റെ ആരുമല്ല എന്നെല്ലാം സൂയു പറയുമ്പോൾ നല്ലൊരു തുക തന്നെ സൂയു മായ്ക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷെ വലിയൊരു തുകയാണ് എന്ന് അറിഞ്ഞിട്ട് പോലും അവൾ അതിന് തയ്യാറാവുന്നില്ല. ഒരാളുടെ ഫിയാൻസി ആയിട്ടൊക്കെ അഭിനയിക്കുന്നത് അവൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അത് റിജക്ട് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോൾ ഇത്രയും വലിയൊരു തുക ഓഫർ ചെയ്തിട്ടും അവൾ അതിന് തയ്യാറാവാത്തത് സൂയുവിനെ അമ്പരപ്പിക്കുന്നു. വേഗം തന്നെ തന്റെ പിഎയോട് ആ പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കുക, അവളെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിപ്പിച്ച് എന്റെ ഫിയാൻസി ആക്കുക, അതാണ് നിനക്ക് ഞാൻ തരുന്ന ടാസ്ക് എന്ന് പറഞ്ഞേൽപ്പിക്കുന്നു. വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന മായി അവളുടെ സ്റ്റെപ്പ് മദറിനോട് എന്നെ ദത്തെടുക്കുന്ന സമയത്ത് ഞാൻ ഒറ്റ കുട്ടിയായിരുന്നു അതോ എനിക്ക് ട്വിൻ സിസ്റ്റർ ഉണ്ടായിരുന്നോ എന്ന് തന്റെ കണക്ക് തന്നെയാണ് സൂയുവിന്റെ ഫിയാൻസി ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ഡൗട്ട് കണക്ക് മായി ചോദിക്കുമ്പോൾ നിന്റെ ആ തന്ത ദത്തെടുത്ത് വന്നത് തന്നെ
എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോഴല്ലേ നിന്റെ കൂടെ ഒരാളും കൂടി ഉണ്ടോന്ന് ഞാൻ അന്വേഷിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവരതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല. ആക്ച്വലി ഈ സ്റ്റെപ്പ് മദറിനെയും സ്റ്റെപ്പ് ബ്രദറിനെയും പോലെയേ അല്ല അവളെ വളർത്തിയ ആ ഒരു അച്ഛൻ. അദ്ദേഹം ഇപ്പൊ ജീവനോടെ ഇല്ല, പക്ഷെ ദത്തെടുത്ത ശേഷം അദ്ദേഹം മരിക്കുന്നത് വരെ അവളെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത്. കൂടാതെ ഇപ്പൊ ഇവർ താമസിക്കുന്ന ഈ വീടും അവളുടെ പേരിലാണ് അദ്ദേഹം എഴുതി വെച്ചിരുന്നത്. കാരണം അവളെ ശരിക്ക് തന്റെ മരണശേഷം ഇവിടെ ഉള്ളവരിട്ട് ദ്രോഹിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ഇതേസമയം മായയെ പിറകെ നടന്ന് സോയുവിന്റെ PA കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാനായി ശല്യപ്പെടുത്തുന്നുണ്ട്, റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൾ അതിന് വഴങ്ങുന്നില്ല. അപ്പോഴേക്കും ഈ വീട് വിൽപ്പനയ്ക്ക് വെക്കട്ടെ എന്ന കാര്യത്തെ പറ്റി സ്റ്റെപ്പ് മദർ പെട്ടെന്നൊരു സ്നേഹത്തിന്റെ ടോണിൽ അവളോട് സംസാരിക്കുന്നു. ആദ്യം സംസാരിച്ച് വന്നപ്പോഴേ എന്തോ കാര്യം കാണാനാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. ഇപ്പൊ ഈ ഒരു ചിരിച്ചോണ്ട് കഴുത്തറക്കുന്ന രീതിയിൽ അവർ വീട് വിൽപ്പനയെ പറ്റി സംസാരിക്കുമ്പോൾ അച്ഛൻ നമുക്കായിട്ട് കരുതി വെച്ചിട്ട് പോയതാ, ഇതങ്ങനെ വിൽക്കാൻ സാധിക്കില്ല എന്ന് അവള് പറയുമ്പോൾ ഇത് വിറ്റേ പറ്റും, നിന്റെ പേര് ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നോട് സമ്മതം ചോദിക്കുന്നതേ ഉള്ളൂ, നീ സമ്മതിച്ചില്ലേലും സമ്മതിപ്പിക്കാൻ എനിക്കറിയാം, എനിക്കിത് വിറ്റിട്ട് കാശ് വളരെ ആവശ്യം, എനിക്ക് കുറച്ച് ചതി പറ്റി കാശ് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എങ്ങനെയും ആ കാശ് വീട്ടിയില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെ മുന്നിൽ നാണം കിടും, അതുകൊണ്ട് കാശ് വേണം, എനിക്ക് വീട് വെക്കണമെന്ന് പറഞ്ഞ് അവർ കിടന്ന് ബഹളം വെക്കുമ്പോൾ അവളെ സ്വന്തം മകളെ കരുതി വളർത്തിയ ആ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയ ഈ വീട് അങ്ങനെ വിറ്റ് തുലയ്ക്കാനായി അവൾക്ക് മനസ്സ് വരുന്നില്ല. നിങ്ങൾക്ക് കാശല്ലേ വേണ്ടത്, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കാന്നും പറഞ്ഞു എന്തോ ഒന്ന് മനസ്സിൽ കണ്ട് അപ്പോഴത്തെ സിറ്റുവേഷനിൽ മായ ഒരു തീരുമാനം എടുക്കുന്നു. അവൾ അങ്ങനെ പറയാൻ തന്നെ കാരണം അവളുടെ കയ്യിലുണ്ടായിരുന്ന അവളുടെയും അച്ഛന്റെയും അവളുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഫോട്ടോ പോലും അവരെ എറിഞ്ഞു പൊട്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോഴാണ്. അവരത് പൊട്ടിച്ചെങ്കിലും കൂടുതൽ അത് ഡാമേജ് ആക്കാതിരിക്കാനായി അവൾക്ക് അപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ സ്റ്റെപ്പ് മദർക്കുള്ള കാശ് കൊടുക്കാനായി സൂയു പറഞ്ഞ കോൺട്രാക്ടിന് സമ്മതമാണെന്ന് തന്റെ പിറകെ നടക്കുന്ന സൂയുന്റെ PA മായ അറിയിക്കുന്നു. അങ്ങനെ സൂയുവിനെ കാണാനായി അവൾ പോകുന്നുണ്ട്. ഈ സമയം വീണ്ടും കോൺട്രാക്ടിന്റെ കാര്യങ്ങൾ സംസാരിച്ച ശേഷം അവളെ തന്റെ ഫിയാൻസി കണക്കൊന്ന് ഗ്രൂം ചെയ്തെടുക്കാനായി അവൻ ഏർപ്പാടാക്കുന്നു. ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി കുറച്ച് മേക്കപ്പും കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും മുത്തശ്ശൻ ആഗ്രഹിക്കുന്ന പോലെ തന്റെ ഫിയാൻസിയെ താൻ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നും അവൾ ഒരു സ്ഥലത്ത് വീണ് അവൾ പരിക്കേറ്റ് വല്ലാത്ത അവസ്ഥയിലായിരുന്നെന്നും ഇപ്പൊ ബെറ്ററായി വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവളെ കാണുമ്പോൾ അധികം ഒന്നും സംസാരിച്ച മുത്തശ്ശൻ സ്ട്രെയിൻ എടുപ്പിക്കണ്ട, കൂടാതെ മുത്തശ്ശന്റെയും ആരോഗ്യം വീക്കാണെന്ന കാര്യം മറക്കണ്ട, മുത്തശ്ശൻ എന്നോട് പറഞ്ഞ കണക്ക് ഞാൻ അവളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയാല് മുത്തശ്ശൻ ഓപ്പറേഷൻ ചെയ്യാനും ആരോഗ്യം നോക്കാനും ഒക്കെ തയ്യാറാവണമെന്നെല്ലാം അവൻ പറയുമ്പോൾ നീ ആദ്യം അവളെ കൊണ്ടുവന്ന് മുത്തശ്ശൻ പറയുന്നു. അങ്ങനെ മായയെ സോയു അവന്റെ ഫിയാൻസി കണക്ക് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നു. ഇപ്പൊ കണ്ട കറക്റ്റ് ആ ഫിയാൻസി ആണെന്നേ പറയൂ. അങ്ങനെ മുത്തശ്ശനും അവളെ കണ്ട് വളരെ ഹാപ്പി ആവുന്നു. പക്ഷെ അവൾ സംസാരിക്കാനായി തുടങ്ങുമ്പോൾ എന്തോ ഒരു മാറ്റം മുത്തശ്ശന് ഫീൽ ആവുന്നു. കാരണം ഈ ഫിയാൻസി എന്ന് പറഞ്ഞ പെൺകുട്ടി എപ്പോഴും വളരെ റൂഡായിട്ട് ഒരുമാതിരി അഹങ്കാരത്തിലെ ഒരു പ്രത്യേക രീതിയിലാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ നമ്മുടെ മായ ഒരു പാവല്ലേ, അവൾ അതേ രീതിയിൽ തന്നെ ചോദിക്കുന്ന ചോദ്യത്തിന് കള്ളമാണെങ്കിൽ പോലും മറുപടി പറയുമ്പോൾ ആ ഒരു വ്യത്യാസം ഫീൽ ആവുന്നുണ്ട്. മുത്തശ്ശൻ ഞാൻ പറഞ്ഞില്ലേ ഇവൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു സോയു ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു. കൂടാതെ മുത്തശ്ശന്റെ മുന്നിൽ തങ്ങൾ യഥാർത്ഥ കപ്പിളാണെന്ന രീതിയിൽ വളരെ ക്ലോസ് ആയൊക്കെ അവർക്ക് അഭിനയിക്കേണ്ടി വരുന്നുണ്ട്. മുത്തശ്ശന് ഒരു രീതിയിലും ഡൗട്ട് തോന്നാതിരിക്കാനായി. എന്തുകൊണ്ടോ തന്റെ യഥാർത്ഥ ഫിയാൻസിയുടെ അടുത്ത് സംസാരിച്ചിരുന്ന സമയത്തൊന്നും തന്നെ തോന്നാത്ത ഒരു പ്രത്യേക അട്രാക്ഷൻ, ഒരു പ്രത്യേക വെപ്രാളം, ഒരു പ്രത്യേക നെഞ്ചെടുപ്പ് ഒക്കെ തന്നെ ഇപ്പൊ ഈ ഫേക്ക് ഫിയാൻസി അഥവാ നമ്മുടെ മായി അവളുടെ അടുത്ത് ഫീൽ ആവുന്ന കണക്ക് സോയുവിന് തോന്നുന്നു. കൂടാതെ അവളെ കോൺടാക്ട് ചെയ്യാനായി അവളുടെ പൊട്ടിയ ഫോണിന് പകരം പുതിയ ഫോണൊക്കെ അവൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് തന്റെ ഫിയാൻസി കണക്ക് തന്നെ അവളുമായി പ്രത്യക്ഷത്തിൽ ഒരു ബന്ധമില്ലാത്ത ഈ മായി ഇരിക്കുന്നത്? വെറും ഹെയർ സ്റ്റൈലിൽ മാത്രം വ്യത്യാസം, ബാക്കി ലുക്കെല്ലാം അടിമുടി സിമിലർ. എങ്ങനെ ഇത് സംഭവിച്ചു? എന്തോ ഒരു രഹസ്യം ഇതിന് പിന്നിലുണ്ട്. എന്താണത് എന്നതൊക്കെ കണ്ടുപിടിക്കണം എന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അന്ന് അവൾ ആ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് വന്ന് സൂയു മായ അന്വേഷിക്കുമ്പോൾ അവൾ അവിടെ ഇല്ല, വീട്ടിൽ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു പോയെന്ന് സ്റ്റാഫ് പറയുന്നു. എന്താണ് സംഭവം എന്ന് വെച്ചാല് അമ്മ കടം വാങ്ങിയ ആളുകളൊക്കെ തന്നെ ഇപ്പൊ അവളുടെ ബ്രദറിനെ കാശ് തിരിച്ചു കിട്ടാനായി പിടിച്ചോണ്ട് ഉപദ്രവിക്കാനായി കൊണ്ടുപോയി. ആ കാര്യം അറിഞ്ഞ് അമ്മ അവളെ വിളിച്ചറിയിച്ചതാണ്. വേഗം അവൾ വരുമ്പോൾ ഇത്രയും നാൾ കാണിക്കാത്ത പ്രത്യേക സ്നേഹത്തിൽ അവളോട് മോൾ എങ്ങനെയല്ലോ അവനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അമ്മയെ ഏൽപ്പിച്ച കാശ് അമ്മ ഇവർക്ക് കൊടുത്തില്ലേ, പിന്നെന്താ ഇവരിങ്ങനെ ബഹളം വെക്കുന്നതെന്നായിരുന്നു അവളുടെ ചോദ്യം. ഞാൻ ആ കാശ് കൊടുത്തില്ല, ഞാൻ ആ കാശ് വേറെ ആവശ്യങ്ങൾക്ക് ചെലവഴിച്ചു എന്ന് ഇവർ മുന്നേ കാശ് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആ കാശിന് വേണ്ടി ഇതുപോലെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട് ഫിയാൻസിയായി അഭിനയിക്കുന്ന അവൾ അതിന് കിട്ടിയ കാശ് മുഴുവൻ അവരെ ഏൽപ്പിച്ചെങ്കിലും ആ കാശ് കടം വീട്ടാതെ മറ്റ് ദൂരത്തിന് ഉപയോഗിച്ചു എന്നത് അവൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നു. കാശ് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ആ വീട് ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് അവരുടെ അപ്പാർട്ട്മെന്റിനെ പറ്റി ഇങ്ങനെ ഒരു സംസാരം നടക്കുമ്പോൾ അത് ഞാൻ തരില്ല, കൊന്നാലും തരില്ല, അതെനിക്ക് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തന്റെ അച്ഛനുമായി വളരെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ആ ഒരു അപ്പാർട്ട്മെന്റിനെ പറ്റി മായി സംസാരിക്കുമ്പോൾ അങ്ങനെ അവിടെ വലിയ വാക്കേറ്റം നടക്കുകയും അവർ മായയെ ഉപദ്രവിക്കാൻ നോക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് മായി പുറപ്പെട്ടു പോയതറിഞ്ഞ് അവളെ അന്വേഷിച്ച് സോയു വരുന്നത്. അവൻ ഈ കാഴ്ചയൊക്കെ തന്നെ കാണുന്നുണ്ട്. അങ്ങനെ ആ കാശ് കൊടുത്ത് അവൻ ആ സമയം മായയെ സേഫ് ആക്കുന്നു. അങ്ങനെ കടക്കാർ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ മായയെ സോപ്പിടാനായി അവളുടെ സ്റ്റെപ്പ് മദർ വരുന്നുണ്ട്. അവർക്ക് തന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇത്
അതൊക്കെ അവരുടെ അഭിനയമാണ് എന്നൊക്കെ നല്ല വ്യക്തമായി അറിയാവുന്ന അവൾ അവരോട് നിങ്ങൾക്ക് തരാനുള്ള കാശൊക്കെ ഞാൻ തന്നു, ഇനിയിപ്പോ മേലാൽ എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ച് എന്റെ അടുത്തേക്ക് വരാന്ന് വിചാരിക്കണ്ട, നിങ്ങൾ എന്റെ ആരും അല്ലെന്ന് പറയുന്ന ടീം അവളുടെ സ്റ്റെപ്പ് ബ്രദർ ഉണ്ടല്ലോ അവളെ പറ്റി വളരെ മോശമായി സംസാരിക്കുന്നു, കാശിന് വേണ്ടി ഏതോ പണക്കാരനെ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ് മായി എന്നൊക്കെ പറഞ്ഞവൻ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന സൂയുവിന് തന്നെ ദേഷ്യം വരുന്നുണ്ട്. മായയെ ഇപ്പൊ നമ്പി നിന്ന സാമ്പത്തികമായി ഗുണമുണ്ട്, അവളുടെ ബോയ് ഫ്രണ്ട് ഏതോ വലിയ കാശുകാരനാണ് എന്ന് തോന്നുന്ന സ്റ്റെപ്പ് മദർ സ്റ്റെപ്പ് ബ്രദറിനെ നിർബന്ധിച്ച് മാപ്പ് പറയിപ്പിക്കുന്നു. പക്ഷെ പേരിന് അവൻ മാപ്പ് ചോദിക്കുന്നതിൽ സൂയു തൃപ്തനാവുന്നില്ല. ആത്മാർത്ഥമായി മാപ്പ് ചോദിക്കേണ്ട രീതിയിൽ മാപ്പ് ചോദിക്കണമെന്ന് പറഞ്ഞ് അവനെ മുട്ട് കുത്തിച്ച് നിർത്തി മായയോട് അവളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചതിന്, ചേച്ചിയുടെ സ്ഥാനത്തുള്ള അവളോട് പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചതിന് പ്രോപ്പറായി തന്നെ മാപ്പ് പറയിപ്പിച്ചാണ് സൂയു അവിടെ നിന്ന് മായുമായി പോകുന്നത്. എന്തായാലും അന്നേ നടന്ന കാര്യങ്ങൾ മൂലം വളരെ അപ്സെറ്റായി വിഷമിച്ച് വൈനൊക്കെ കുടിച്ച് ഫിറ്റ് ആയിരിക്കുകയായിരുന്നു മായി. ആ സമയം അവളുടെ അടുത്ത് സംസാരിക്കാനായി എത്തുന്ന സൂയുവിനെ അവൾ കിസ് ചെയ്യുന്നുണ്ട്. അവനത് വലിയ കാര്യമായപ്പോൾ എടുക്കുന്നുമില്ല. അവനെന്തോ ഇവളെ കണ്ട ശേഷം ഇവളോട് സംസാരിക്കുമ്പോൾ ഇവളെ കൂടുതൽ അടുത്തറിയുമ്പോൾ ഒക്കെ വല്ലാത്തൊരു ഇഷ്ടം അവളോട് ഫീൽ ആവുന്നുണ്ട്. എന്തായാലും ആ കിസിന്റെ കാര്യം അപ്പൊ ഓർമ്മ വന്നില്ലെങ്കിലും പിന്നീട് വൈനിന്റെ ആ ഒരു കിക്കൊക്കെ മാറുന്ന സമയത്ത് ഓർത്തെടുക്കുന്ന മായിക്ക് ഭയങ്കരമായ ചമ്മൽ, ഞാൻ അങ്ങനെ ചെയ്തോന്ന് ഒരു ബുദ്ധിമുട്ടും ഫീൽ ആവുന്നു. മായി അവള് പോലും അറിയാതെ സൂയുവിന്റെ മനസ്സിൽ മാത്രമായിരുന്നില്ല ഇടം പിടിച്ചത്, അവൾ ആ മുത്തശ്ശന്റെ മനസ്സിലും വലിയൊരു സ്ഥാനത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി മുത്തശ്ശന് തന്റെ ചെറുമകന്റെ ഫിയാൻസി ആയ പെൺകുട്ടിയോട് ഒരു വലിയ സ്നേഹവാത്സല്യം ഉണ്ടെങ്കിൽ അതിലേറെ ഒരു കണക്ഷൻ ഇപ്പോ മായ്ക്ക് മുത്തശ്ശനുമായി ക്രിയേറ്റ് ചെയ്തെടുക്കാനായി സാധിക്കുന്നു. അങ്ങനെ പിന്നീട് ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനായി സൂയു മായുമായി പോകുന്നു. അവിടെ ലോ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് സൂയുവിൽ ഒരു കണ്ണുണ്ട്. ഇവൻ അവന്റെ മാരേജ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അറിയാമെങ്കിൽ പോലും അവൾ അവനിൽ കണ്ണു നട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് മായി സൂയുവിന്റെ ഫിയാൻസിയായി കൂടെ വരുമ്പോൾ അടുത്ത് ചെന്ന് സംസാരിച്ച് പ്രശ്നം ഉണ്ടാക്കാനായി നോക്കുന്നു. യഥാർത്ഥ ഫിയാൻസി ആള് വളരെ റൂഡാണ്. ആരുമായി സംസാരിക്കാൻ വന്നാൽ പോലും റൂഡായി മാത്രം സംസാരിക്കാറുള്ള അവൾക്ക് ഇപ്പോ ലൂയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ക്യാരക്ടറിൽ പിടിച്ചു നിൽക്കാനേ കഴിയുന്നില്ല. ലൂയ്ക്ക് വളരെ കൃത്യമായി തന്നെ ഇത് ആ ഫിയാൻസി പെണ്ണല്ലോ എന്ന് വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞ് കൂടുതൽ അവളെ ടോർച്ചർ ചെയ്ത് വായുന്ന സത്യങ്ങൾ കൊണ്ടുവരാനായി അവിടെ നിർത്തി അപമാനിക്കാൻ നോക്കുമ്പോൾ അങ്ങനെ അത് വഴക്കാവുകയും രക്ഷപ്പെടാനായി മായി ലൂയെ തള്ളിയിട്ട് മാറുകയും ചെയ്യുന്നു. ഈ സമയം കളി വരുന്നവൾ അവളുടെ ബ്രദറിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്നു. എന്നെ ആ സൂയുടെ ഫിയാൻസി ഇപ്പോ തള്ളിയിട്ടു, വേഗം അവളോട് അതിന് കണക്ക് ചോദിക്കണമെന്ന് പറയുമ്പോ ഈ വന്നിരിക്കുന്ന ചേട്ടനുണ്ടല്ലോ പുള്ളിക്കാരന് നമ്മുടെ ഈ ഫിയാൻസിയോട് ഒരു താല്പര്യമുണ്ട്. അത് സൂവിന്റെ ഫിയാൻസി ആണെങ്കിൽ പോലും ഈ ചേട്ടൻ അവളെ ക്രഷ് അടിച്ച് നടപ്പായിരുന്നു. അവളുടെ പേര് ഗു എന്നാണ്. എവിടെ ഗു എന്ന് ചോദിച്ചാണ് ചേട്ടൻ ഇപ്പൊ വരുന്നത്. എന്നെ തള്ളിയിട്ടതിനുള്ള പ്രതികാരത്തിനാണോ ചേട്ടൻ ഇപ്പൊ അവളെ അന്വേഷിക്കുന്നത്, അതോ ഞാൻ സൂയുല് കണ്ണു നട്ടിരിക്കുന്ന കണക്ക് ചേട്ടന് അവളോടൊരു താല്പര്യം ഉള്ളത് കൊണ്ടാണോ എന്ന് അനിയത്തി കുട്ടി ചോദിക്കുന്നു. ആ കൂട്ടത്തിൽ തന്നെ അതെ, അവളെ ഇന്ന് കണ്ടപ്പോ എനിക്ക് നമ്മുടെ പഴയ ഗുവായി തോന്നുന്നില്ല, അവൾക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, അതുകൊണ്ട് ഇത് അവള് തന്നെയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടെന്നല്ല ലൂ സംസാരിക്കുമ്പോൾ അവൾ ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്തായാലും സൂയുവിന്റെ ഫിയാൻസിയുടെ സ്ഥാനത്താണ് ഇപ്പോഴും അവളുള്ളത്. അതുകൊണ്ട് അവനെ എനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ആദ്യം അവളെ അടിച്ചോടിക്കണം. അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനായി ചേട്ടനെ ലൂ ഏൽപ്പിക്കുന്നു. അങ്ങനെ ലൂയുടെ ചേട്ടൻ ലിൻ സൂയുടെ ഫിയാൻസി ആയിട്ട് ഇപ്പൊ അവന്റെ കൂടെ ഉള്ളത് യഥാർത്ഥ ഗു തന്നെയാണോ അതോ ഗു ആയി വേഷം കെട്ടിയ മറ്റാരെങ്കിലും ആണോ എന്ന് അന്വേഷിച്ചിറങ്ങുന്നു. തന്നെ പറ്റി ഇങ്ങനെ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന മായ അപ്പോഴേക്കും സൂയുവിനോട് മറ്റൊരാൾ പറഞ്ഞ ഈ ആൾമാറാട്ടത്തെ പറ്റി മുത്തശ്ശൻ അറിയുന്നതിൽ നല്ലത് നമ്മളായി തന്നെ പറയുന്നതാണ്. അപ്പോ അത് അറിഞ്ഞുള്ള മുത്തശ്ശന്റെ ഷോക്കിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ വ്യാപ്തി കുറയ്ക്കാനായി നമുക്ക് കഴിയും. അതുകൊണ്ട് മുത്തശ്ശനോട് പറയാമെന്ന് പറഞ്ഞ് സൂയുവിനെ മുത്തശ്ശന്റെ അടുത്തേക്ക് കാര്യങ്ങൾ തുറന്ന് പറയാനായി മായി കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷെ മുത്തശ്ശനോട് സംസാരിക്കാനായി അവർക്ക് ഒരു ഗ്യാപ്പ് കിട്ടുന്നേയില്ല. മുത്തശ്ശൻ അവരെ പറ്റി തന്നെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തശ്ശൻ അവരെ എത്രത്തോളം വിശ്വസിക്കുന്നു എന്ന് മനസ്സിലാവുന്ന സമയത്ത് താൻ ആൾമാറാട്ടം നടത്തിയതാണ് എന്ന് മുത്തശ്ശനോട് പറയാനുള്ള ധൈര്യം അവൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ മുത്തശ്ശനോട് ഒന്നും തുറന്നു പറയാൻ പറ്റാതെ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഇടയിൽ സൂയുവിന് തോന്നിയ അതേ ഇഷ്ടം തന്നെ ഇപ്പൊ മായ്ക്കും തിരിച്ചു തോന്നുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വളരെയധികം ബോണ്ടിങ്ങിലാവുന്നു. തന്റെ ഫിയാൻസിയെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് ഫിയാൻസി ആക്കേണ്ടി വന്ന ഒരാളാണ് സൂയു. അവൻ ഒരിക്കലും അവളെ സ്നേഹിച്ചിരുന്നില്ല. ഇപ്പോ അവളുടെ സ്ഥാനത്തേക്ക് എത്തിയ മായാണ് അവന്റെ മനസ്സ് കീഴടക്കിയിരിക്കുന്നത്. കൂടാതെ സൂയുവിന്റെ കൂടെ ബിസിനസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായി മായി തുടങ്ങുന്നുണ്ട്. കാരണം മായും സൂയുവിന്റെ കൂടെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒന്നിച്ച് ഈ സംഭവങ്ങളും ഇങ്ങനെ തിരോധാനവും ഒക്കെ നടക്കുന്നതിന് മുന്നേ വർക്ക് ചെയ്തിരുന്ന പ്രോജക്റ്റിന്റെ ഒരു മീറ്റിംഗിന് പോകുന്ന സമയം ആ ഒരു മീറ്റിംഗ് ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരമായി സൂയു വരുത്തുന്നു. കാരണം അവന് ഓൾറെഡി ആ പ്രോജക്റ്റിനോട് താല്പര്യമുണ്ടായിരുന്നില്ല. ഈ സമയം മീറ്റിംഗിൽ പങ്കെടുത്തിരുന്ന ഒരാൾ ആ ഒരു പ്രോജക്റ്റിന് വേണ്ടി വളരെയേറെ ആർഗ്യൂ ചെയ്യുന്നുണ്ടെങ്കിലും ആ പ്രോജക്റ്റ് ഐഡിയ കൊണ്ടുവന്ന ഇപ്പോ ഗു ആണെന്ന് എല്ലാവരും കരുതുന്ന മായി തന്നെ അത് വേണ്ട എന്ന് പറയുമ്പോൾ അത് മായാണെന്ന് എല്ലാവർക്കും അറിയില്ലല്ലോ. പ്രോജക്റ്റ് ഐഡിയ കൊണ്ടുവന്ന ആള് തന്നെ ഇപ്പൊ വേണ്ടെന്ന് പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആ പ്രോജക്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച ആൾക്ക് ദേഷ്യം വരുന്നു. അയാൾ ആ മീറ്റിംഗിന് ശേഷം ഗു ആണെന്ന് കരുതി മായുടെ അടുത്തേക്ക് ചെന്ന് മേഡമല്ലേ ആ പ്രോജക്റ്റിന്
വേണ്ടി അത്രയും മുൻകൈ എടുത്തത്? അത് നിങ്ങളുടെ നാട്ടില് വില്ലേജേഴ്സിനും ഒക്കെ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് അല്ലായിരുന്നോ? എന്തിപ്പോ പെട്ടെന്ന് അത് വേണ്ട എന്ന് പറയുന്നതെന്ന് ചോദിക്കുന്നു. അവൾക്ക് അപ്പോഴും കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അവൾ സൂയുനോട് എന്തിനാ ഒരു പ്രോജക്റ്റ് ഇപ്പൊ ക്യാൻസൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ പ്രോജക്റ്റ് ഗു അവളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് തുടങ്ങിയതാ. നമ്മുടെ കമ്പനിയിൽ നിന്ന് ചില ഡീറ്റെയിൽസും അവൾ ആ പ്രോജക്റ്റിന്റെ ഭാഗമായി ചോർത്തിയിട്ടുണ്ട്. അതിനി വല്ല ട്രാപ്പാണോ എന്ന് തന്നെ എനിക്കറിയില്ല. അവളോട് ഇപ്പൊ നേരിട്ട് ചോദിക്കാന്ന് വെച്ചാൽ അവൾ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് അവളുടെ സ്ഥാനത്ത് നീ ഉള്ളതുകൊണ്ട് നിന്നെ വെച്ച് ഞാൻ ആ പ്രോജക്റ്റ് ഇപ്പൊ ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. അതാകുമ്പോ അവളാണ് ക്യാൻസൽ ചെയ്തെന്നല്ലേ എല്ലാവരും കരുതുമെന്ന് സൂയു പറയുമ്പോഴും ഈ ബിസിനസ് പരമായ കാര്യങ്ങളൊന്നും തന്നെ തന്റെ തല കയറില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു മായ ഇരിക്കുന്നത്. അങ്ങനെ പിന്നീട് അവൾ അവിടെ നിന്ന് പോകുന്ന സമയം അവൾ ലിന്നിനെ കാണുന്നു. നമ്മുടെ ലുവോയുടെ ചേട്ടൻ, യഥാർത്ഥ ഗുവിനെ ക്രഷ് അടിച്ച് നടക്കുന്ന ആള്. മായയെ കാണുമ്പോൾ അത് ഗു ആണെന്ന് കരുതി അവൻ അടുത്ത് ചെന്ന് സംസാരിക്കുന്നു. അവൻ ആരാണ് എന്താണ് എന്നൊന്നും അറിയാതെ മായ മിഴിച്ചു നിൽക്കുമ്പോഴാണ്, നിനക്ക് ഓർമ്മയില്ലേ, നമ്മള് കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്തപ്പോ നീ എന്നെ റിജക്ട് ചെയ്തു എന്ന് മാത്രമല്ല, ഞാൻ നിനക്കായിട്ട് ഇട്ടു തന്ന റിങ് നീ ഒരു ഉളുപ്പും ഇല്ലാതെ നീ ഇഷ്ടപ്പെടുന്ന ആ സൂയുവിന് കൊണ്ട് ഗിഫ്റ്റ് ചെയ്തു. നീ അപ്പൊ എന്നെ തേച്ചെങ്കിലും ഞാൻ ഇപ്പോഴും നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ അവൻ സംസാരിക്കുമ്പോ താൻ ആരായിട്ടാണോ വേഷം മാറി നടക്കുന്നത് ആ ആളുമായി ഈ നിൽക്കുന്നവൻ റിലേറ്റഡ് ആണ്, അവന് അവളെ ഇഷ്ടമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ മായയ്ക്ക് മനസ്സിലാവുന്നു. മായ ഇങ്ങനെ, ഓ ഞാനിപ്പോ എങ്ങനെ ഇവനെ മാനേജ് ചെയ്യും, ഇവൻ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഓർമ്മ പോലും ഇല്ലല്ലോ, ഞാൻ എങ്ങനെ ഇപ്പൊ ഇത് പറയാനാണെന്നൊക്കെ ഉള്ള രീതിയിൽ അന്തം വിട്ട് നിൽക്കാണ്. ഇവരിങ്ങനെ നിന്ന് സംസാരിക്കുന്നത് മാറി നിന്ന് ലുവോ കാണുന്നുണ്ടായിരുന്നു. അവൾക്ക് അവിടെ തന്റെ ചേട്ടനോടാണ് അവൾ സംസാരിക്കുന്നതെന്ന് അറിയില്ല, ഏതോ ഒരു പയ്യനോട് സംസാരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്, പുറം തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് തന്റെ ഒരു ചാൻസ് ആയി എടുക്കാമെന്ന് കരുതി നേരെ സുയുവിനെ ഫോൺ ചെയ്ത്, നിന്റെ ഫിയാൻസ് ഇവിടെ വേറെ ആരുടെയോ കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുക, നീ വെറും പൊട്ടൻ, അവള് നിന്നെ പറ്റിക്കാണെന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റാനായി നോക്കുന്നു. അങ്ങനെ അവിടേക്ക് സുയു എത്തുന്നു. അവന് ഇങ്ങനെ അവൾ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അതിന്റെ പേരിൽ ദേഷ്യപ്പെടുമ്പോ അവന്റെ വായിന്ന് തന്നെ, നീ ഇവന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് സമയം ചെലവഴിക്കുന്നതിൽ നല്ലത് നീ ഇവൻ ഉദ്ദേശിക്കുന്ന ആളല്ല, ആൾമാറാട്ടം നടത്താനായി വന്ന ആളാണെന്ന് ഓപ്പണായി പറഞ്ഞു ഇങ്ങ് പോരുന്നതായിരുന്നു എന്ന് സുയു അറിയാതെ ലിൻ കേൾക്കെ തന്നെ മായിയോട് പറയുന്നുണ്ട്. ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോഴേക്കും നമ്മുടെ സ്റ്റെപ്പ് മദർ സുയുവിന്റെ മുത്തശ്ശനെ ചെന്ന് കാണുന്നു. സുയു മായുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് മനസ്സിലാക്കി ആ ഡീറ്റെയിൽസ് വെച്ച് അന്വേഷിച്ചാണ് അവർ ഇവിടം വരെ വന്നത്. എന്റെ മോള് നന്നായി ജോലിക്ക് പോയി കുടുംബം നോക്കിയിരുന്ന പെൺകുട്ടിയാ, പക്ഷെ നിങ്ങളുടെ കൊച്ചുമകൻ അവളുടെ ലൈഫിൽ വന്നതിന് ശേഷം അവൾക്ക് വീടും വേണ്ട ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ചെലവിന് കാശ് പോലും അവൾ ഇപ്പൊ തരുന്നില്ല, കാശില്ലാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യങ്ങളൊക്കെ കൂടി അങ്ങ് പറയുന്നു. അവൾ മുന്നേ താൻ കാശ് കടം വീട്ടാനായി കൊടുത്തിട്ടും അത് വീട്ടാതെ അത് ദൂർത്തടിച്ചു എന്നറിഞ്ഞപ്പോൾ വളരെ അപ്സെറ്റ് ആയി. അന്നത്തെ സംഭവത്തിന് ശേഷം പിന്നീട് സ്റ്റെപ്പ് മദറിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കാരണം അവരവളെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിക്കുന്നതെന്ന് അവൾക്കറിയാം. പക്ഷെ അവള് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കാശ് കറക്റ്റ് ആയിട്ട് കിട്ടണം, അത് കിട്ടാത്തത് കൊണ്ടാണ് അവരിപ്പോ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെ മുത്തശ്ശൻ ഈ അറിഞ്ഞ കാര്യത്തെ പറ്റി സുയുവിനോട് തിരക്കുമ്പോ, ഞാൻ എല്ലാ കാര്യങ്ങളും മുത്തശ്ശനോട് തുറന്നു പറയാം, പക്ഷെ മുത്തശ്ശൻ ട്രീറ്റ്മെന്റ് എടുക്കില്ല എന്ന് വാശി പിടിക്കരുത് എന്ന് സത്യം ചെയ്ത് വാങ്ങിയിട്ട് അവൻ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. മുത്തശ്ശൻ തന്റെ ഫിയൻസി കാണാതായ സമയത്ത് അവളെ കൊണ്ടുവന്നില്ലെങ്കിൽ ട്രീറ്റ്മെന്റിന് പോയില്ലെന്നൊക്കെ വാശി പിടിച്ചപ്പോ മുത്തശ്ശന്റെ ആരോഗ്യത്തിന് വേണ്ടി തനിക്കിങ്ങനെ ഫിയാൻസിയെ കണക്ക് തന്നെ ഇരിക്കുന്ന ഒരാളെ കണ്ടപ്പോ ആൾമാറാട്ടം നടത്തിക്കേണ്ടി വന്നുവെന്ന്. അങ്ങനെ ഒരു സംഭവത്തിന് ശേഷം ആൾമാറാട്ടം ഒക്കെ അവസാനിപ്പിച്ച് മായി അവളുടെ വീട്ടിലേക്ക് മടങ്ങി പോകുന്നു. അവിടെ അവൾ അവളുടെ സ്റ്റെപ്പ് മദറിനെയും സ്റ്റെപ്പ് ബ്രദറിനെയും നന്നായി തന്നെ നോക്കുന്നുണ്ട്. അവർക്കും പതിയെ പതിയെ അവർ ചെയ്ത തെറ്റിന്റെ ആഴം മനസ്സിലാവുന്നു. ഇത്രയും കെയർ ആയി തങ്ങളെ നോക്കുന്ന അവളെ ചവിട്ടി തേച്ചതിന്റെ കുറ്റബോധം അവർക്ക് വരുന്നു. കാരണം ഇവരുടെ ലൈഫിൽ നിന്ന് മാറി നിന്ന സമയത്താണ് അവളില്ലാത്തതിന്റെ കഷ്ടപ്പാട് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ ഇപ്പൊ ആൾമാറാട്ടം നടത്താതെ തന്റെ നോർമലായ ലൈഫിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്ന മായി സാധാരണ പോലെ ജോലിയൊക്കെ ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഇടയിൽ ലിൻ അവളെ അന്വേഷിച്ചു വരുമ്പോ, നീ അന്വേഷിക്കുന്ന ആള് ഞാനല്ല, അവൾ എന്നെ കണക്ക് തന്നെ ഇരിക്കുന്നു എന്ന് കരുതി ഞാൻ അവൾ ആവില്ലല്ലോ, എന്നിരുന്നാലും നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയി തുടരാം, എനിക്ക് നിങ്ങളുടെ കമ്പനി വളരെയധികം അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. കണ്ടാൽ ഒരു വില്ലനെ പോലെയൊക്കെ സംസാരിക്കെങ്കിലും സംസാരിക്കുമ്പോൾ ആളൊരു പാവമാണെന്ന് തനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് ലിന്നിനോട് മായി നല്ല കമ്പനി ആവുന്നു. അങ്ങനെ അവളുടെ ലൈഫ് വീണ്ടും വളരെ സാധാരണമായി മുന്നോട്ട് പോകുന്ന ദിവസം വളരെ അപ്രതീക്ഷിതമായി അവളെ കാണാനായി സുയു എത്തുന്നു. സുയു അവന്റെ ഉള്ളിലെ ഇഷ്ടം അവളോട് തുറന്നു പറയുകയും മായും അത് അക്സെപ്റ്റ് ചെയ്ത് രണ്ടുപേരും അങ്ങനെ ഇപ്പൊ സത്യങ്ങൾ മനസ്സിലാക്കിയെങ്കിലും വാശി പിടിക്കാതെ ട്രീറ്റ്മെന്റിനൊക്കെ പോയി ആരോഗ്യവാനായി വരുന്ന മുത്തശ്ശനെ കണ്ട് സംസാരിക്കുകയും അവരുടെ മാരേജിന് വേണ്ടി മുത്തശ്ശൻ സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കാര്യങ്ങൾ താൻ ആഗ്രഹിച്ച രീതി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും തന്റെ ഫിയാൻസിയെ ഇത്രയും നാള് കണ്ടുപിടിക്കാത്തതിൽ ഒരു കുറ്റബോധം സുയുവിന് ഫീൽ ആവുന്നു. കാരണം ഒന്നുമില്ലെങ്കിലും അവള് മിസ്സായതുകൊണ്ടല്ലേ തനിക്ക് ഇഷ്ടപ്പെട്ട മായയെ സ്വന്തമാക്കാൻ കഴിയുന്നത് എന്നൊരു നന്ദി തോന്നുന്നത് കൊണ്ടാണ് ഫിയാൻസിയെ യഥാർത്ഥമായി അന്വേഷിക്കാനായി സുയു തീരുമാനിക്കുന്നത്. അങ്ങനെ അതിനായി ആ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു, ഈ ഫിയാൻസിയുടെ ഗ്രാമത്തിലേക്ക്. പക്ഷെ അവിടെ നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് സുയുവിനെ വളയാണ്. കാരണം അവിടെ നടത്താൻ പോകുന്ന ഒരു പ്രോജക്റ്റ് ഇവൻ മുൻകൈ എടുത്ത് ക്യാൻസൽ ചെയ്യിപ്പിച്ചല്ലോ. ഇതേ സമയം സുയുവിന്റെ വിശ്വസ്തനായ സെക്രട്ടറി എന്തോ ഒരു വലിയ കള്ളം ചെയ്യുന്ന കണക്ക് ഫീല് വരുന്ന മായി സുയുവിനെ അന്വേഷിച്ച് അതേ ഗ്രാമത്തിലേക്ക് പോകുന്നു. കാരണം ഈ സെക്രട്ടറി സുയുവിനെ അപായപ്പെടുത്തുമെന്ന് അപ്പോഴേക്കും അവൾക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് സുയുവിനെ രക്ഷിക്കാനായി എത്തുന്ന മായി കറക്റ്റായി സുയുവിന്റെ കാണാതായ ഫിയാൻസി ഗുവിന്റെ അച്ഛന്റെ കയ്യിൽ പെടുന്നു. പുള്ളിക്കാരൻ അവളെ തട്ടിക്കൊണ്ടുപോയി സംസാരിക്കുന്ന സമയത്താണ് ഇത് തന്റെ അച്ഛനാണ്, ഈ കാണാതായ ഗു തന്റെ ട്വിൻ സിസ്റ്റർ ആണെന്ന കാര്യങ്ങൾ അവൾ മനസ്സിലാക്കുന്നത്. ഓൾറെഡി തന്നെ കണക്ക് തന്നെ ആ പെൺകുട്ടി ഉണ്ട് എന്ന് കേട്ടപ്പോ തന്നെ ഒരു ഡൗട്ട് ഫീൽ ആയെങ്കിലും അതിപ്പോ വ്യക്തമാവുന്നുണ്ട്. കൂടാതെ ഗു ഇപ്പോ ജീവനോടെ ഇല്ല.
അവളെ അവളുടെ സ്വന്തം അച്ഛൻ തന്നെ കൊന്നുകളഞ്ഞു. ഗു യഥാർത്ഥത്തിൽ വളരെ സീരിയസ് ആയിട്ടാണ് സൂയുവിനെ ഇഷ്ടപ്പെട്ടിരുന്നത്. അവൾ വഴി സൂയുവിന്റെ കമ്പനിയിലെ ചില ഡീറ്റെയിൽസ് ചോർത്തിയെടുത്ത് ആ ഒരു കമ്പനി സ്വന്തമാക്കാനായി ഇവരുടെ മാരേജിലൂടെ അച്ഛൻ ലക്ഷ്യമിട്ടിരുന്നു. പക്ഷേ ഗു അതിന് സമ്മതിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് അവൾ ആ കമ്പനിയിൽ നിന്ന് ചില ഡീറ്റെയിൽസ് ചോർത്തി അതൊരു പ്രോജക്റ്റിന്റെ ഭാഗമാണെന്ന രീതിയിൽ വരുത്തി തീർത്ത് അച്ഛൻ അവളുടെ കഥ കഴിച്ചു കളഞ്ഞത്. അങ്ങനെ അവളുടെ മരണത്തിന് കാരണം സൂയു ആണെന്ന് വരുത്തി തീർത്ത് അവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കി എങ്ങനെയും അത് സ്വന്തമായി കൈയടക്കാം എന്നതൊക്കെ അദ്ദേഹം കരുതിയിരുന്നു. പക്ഷെ ആ സമയത്താണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് കുഞ്ഞിലെ തന്നെ വേർപെട്ടു പോയിരുന്ന, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ വേർപെടുത്തി അനാഥാലയത്തിൽ ഉപേക്ഷിച്ചിരുന്ന മായി സൂയുവിന്റെ മുന്നിൽ വന്ന് പെടുന്നതും അവളങ്ങനെ കാണാതായ ഗുവിനെ റീപ്ലേസ് ചെയ്യുന്നതും. അങ്ങനെ ഇതാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്ന മായി ഇപ്പോ അവളെയും ഉപദ്രവിച്ച് സത്യങ്ങൾ മറക്കാനായി നോക്കുന്ന അവളുടെ ബയോളജിക്കൽ ഫാദറിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുകയും സൂയുവിന്റെ അടുത്തേക്ക് എത്തി സത്യങ്ങൾ അവനെ ബോധിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ് ഇവരെ രണ്ടുപേരെയും കൊന്ന് എന്നേക്കുമായി ആ സത്യം മൂടി വെക്കാനായി അയാൾ ശ്രമിക്കുന്നുണ്ട്. സ്വത്തിനു വേണ്ടി സ്വന്തം മകളെ തന്നെ കൊന്ന ഒരച്ഛൻ, ഇരട്ട കുട്ടികളിൽ ഒരാളെ വേർപെടുത്തിയ ഒരച്ഛൻ, മറ്റൊരാളുടെ ജീവനും എടുത്ത് ആ അച്ഛൻ എന്ന ലേബല് തനിക്ക് വേണ്ട, എല്ലാം ഇല്ലാണ്ടാവട്ടെ എന്ന് കരുതി അയാൾ ആ സത്യങ്ങൾ മൂടി വെക്കാനായി വീണ്ടും കൊലപാതകം നടത്താനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയാതെ അയാൾക്ക് തോൽക്കേണ്ടി വരുന്നു. സത്യം അങ്ങനെ പുറത്തു കൊണ്ടുവരാനായി സൂയുവിനും മായിക്കും സാധിക്കുന്നു. അങ്ങനെ കാണാതായ തന്റെ ഫിയാൻസിയെ പറ്റിയുള്ള കാര്യങ്ങൾ കണ്ടെത്തി എന്നത് മാത്രമല്ല, അതിന് പിന്നില് വലിയ ചതി പുറത്തു കൊണ്ടുവന്ന് കാര്യങ്ങൾ നേരവണ്ണമാക്കാനും മായിയുടെ സഹായത്തോടെ സൂയുവിന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ മുത്തശ്ശനും ഇപ്പോ തന്റെ പിടിവാശിയൊക്കെ മാറ്റി ഇവരുടെ കൂടെ ഹാപ്പിയായി മുന്നോട്ട് പോകുന്നു. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ സ്വന്തമാക്കി ഹാപ്പിയായി ജീവിക്കാൻ സൂയുവിനും തന്നെ നന്നായി മനസ്സിലാക്കുന്ന സ്നേഹിക്കുന്ന ഒരാളെ കിട്ടിയ സന്തോഷത്തിൽ മായും മുന്നോട്ട് ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.